നമസ്കാരം. പൊതുവെ വിശ്വസിക്കപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ മൃഗക്കൊഴുപ്പുകൾ പ്രശ്നക്കാരാണ്, മൃഗക്കൊഴുപ്പുകൾ അനാരോഗ്യകരമാണ് എന്നും സസ്യക്കൊഴുപ്പുകൾ വളരെ നല്ലതാണ് എന്നുമൊക്കെയാണ്. എന്നുവെച്ചാൽ നെയ്യ്, വെണ്ണ എന്നിവ മൃഗക്കൊഴുപ്പുകളാണല്ലോ. പിന്നെ റെഡ് മീറ്റിൽ അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് ഇതൊക്കെ കുഴപ്പക്കാരനാണെന്നും, എന്നാൽ വെളിച്ചെണ്ണ, ഒലിവെണ്ണ പോലത്തെ സസ്യ എണ്ണകൾ, എന്തിന് പാം ഓയിൽ പോലും നല്ലതാണ് എന്നൊക്കെ പലരും വിശ്വസിക്കുന്നുണ്ട്. ഇത് അത്രയും ശരിയല്ല എന്നും നമ്മളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ മൃഗക്കൊഴുപ്പുകളിൽ വളരെ പ്രയോജനപ്രദവും വളരെ ആരോഗ്യകരവും മാത്രമല്ല, ഒരുപക്ഷെ മറ്റ് ഏത് കൊഴുപ്പിനേക്കാളും ആരോഗ്യദായകമായിട്ടുള്ളതൊന്നാണ് നെയ്യ് എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? നെയ്യിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നെയ്യ് കൊളസ്ട്രോൾ ആണെന്നും, നെയ്യ് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്നും, ഹൃദ്രോഗ സാധ്യത കൂട്ടും എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ കാലാകാലങ്ങളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യ് ഉപയോഗിച്ച് ശീലിച്ച് നമ്മളെപ്പോലെ, എന്നെ പോലെയുള്ളവർ ഏതായാലും നെയ്യിനെ അങ്ങനെ എളുപ്പത്തിൽ തള്ളിപ്പറയില്ല. എന്ന് മാത്രമല്ല, നെയ്യിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാനിതിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങളിൽ പലർക്കും അതിനോട് യോജിപ്പുണ്ട് എന്നും എനിക്കറിയാം. എന്നിരുന്നാലും നെയ്യിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങളും കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി. അതിലൊന്നാണ് നെയ്യിൽ അടങ്ങിയിട്ടുള്ള ബ്യൂട്ടറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കുറിച്ച് ഈ അടുത്ത കാലത്ത് വന്ന ചില പഠനങ്ങൾ. എന്താണ് ഈ ബ്യൂട്ടറിക് ആസിഡ് എന്ന് നമുക്കൊന്ന് നോക്കാം. മറ്റൊന്നുമല്ല, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം കൊഴുപ്പുകളിൽ കൊഴുപ്പുകളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വസ്തുവാണ് ഈ ബ്യൂട്ടറിക് ആസിഡ്. ബ്യൂട്ടറിക് ആസിഡ് കൊണ്ട് സമ്പുഷ്ടമാണ് നെയ്യ്. നെയ്യിൻ്റെ വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞുപോയ വീഡിയോസിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, ഗുണങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ ഇന്ന് കിടക്കുന്നില്ല. ഇതിലിപ്പോൾ പറയാൻ പോകുന്നത് നെയ്യിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതും എന്നാൽ അറിയാൻ പാടില്ലാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതിലൊന്ന്, ആദ്യത്തേത് ബ്യൂട്ടറിക് ആസിഡിൻ്റെ അംശം. അപ്പോൾ ഈ ബ്യൂട്ടറിക് ആസിഡ് ഞാൻ പറഞ്ഞു ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്. ഈ ഷോർട്ട് ചെയിൻ ബ്യൂട്ടറിക് ആസിഡ് എന്ന ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡിൻ്റെ ഒരു ഗുണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ കുടലിൽ സ്ഥിതി ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുണ്ടല്ലോ, മൈക്രോബയോം എന്നൊക്കെ പറയും അതിന്, ഇൻറ്റസ്റ്റൈനൽ മൈക്രോബയോം. ഈ ഇൻറ്റസ്റ്റൈനൽ മൈക്രോബയോമിൻ്റെ വലിയ അതിനെ പരിപോഷിപ്പിക്കുന്ന ഒരു വസ്തുവാണ് ഈ ബ്യൂട്ടറിക് ആസിഡ് എന്ന് പറയുന്നത്. എന്താ കാരണം? ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കും. ഈ കില്ലർ ടി സെൽസ് എന്ന് പറയുന്ന നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്ക് വളരെ സുപ്രധാന പങ്ക് വഹിക്കുന്ന പ്രത്യേക തരത്തിലുള്ള കോശങ്ങളാണ് ഈ കില്ലർ ടി സെൽസ് എന്ന് പറയുന്നത്. കുടലിൻ്റെ അകത്ത് കില്ലർ ടി സെൽസിൻ്റെ ഉൽപാദനത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു വസ്തുവാണത്രേ ബ്യൂട്ടറിക് ആസിഡ്. എന്ന് വെച്ചാൽ കുടലിനെ ബാധിക്കുന്ന ഇൻഫ്ലമേറ്ററി പ്രോസസ്സസ് ഇല്ലാതാക്കാൻ നെയ്യ് കൊണ്ട് സാധിക്കും, നെയ്യ് കഴിക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്, നമ്മുടെ ആമാശയവും കുടലും ഒക്കെ അടങ്ങിയിട്ടുള്ള ആ അവയവങ്ങളുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അത് കാരണമുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ ആമാശയത്തിൻ്റെ നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ, ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള അവസ്ഥകളിൽ നെയ്യ് വളരെ ഗുണപ്രദമാണ് എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത്, ഈ ബ്യൂട്ടറിക് ആസിഡിൻ്റെ അംശം കാരണം ഉണ്ടാവുന്ന മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി മോഡറേഷനിൽ മിതമായി കഴിച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുമെന്ന് മാത്രമല്ല, ട്രൈഗ്ലിസറൈഡ് ലെവലും കുറയ്ക്കും. കാരണം ബേസിക്കലി ഈ ട്രൈഗ്ലിസറൈഡ് ലെവൽ കൂടാൻ ഫാമിലിയിൽ അവിടെ നിൽക്കട്ടെ, അതല്ലാണ്ട് ഡയറ്റിലൂടെ ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടാവുന്ന അമിതമായ കാർബ് ഉപയോഗത്തിലൂടെയാണ്.
ഓർമ്മ വേണോ അത്? അന്നജത്തിന്റെ അമിത ഉപയോഗമാണ് പലപ്പോഴും ട്രൈഗ്ലിസറൈഡ് ലെവൽ കൂടാൻ കാരണമാവുന്നത്, അല്ലാണ്ട് ഫാറ്റ്സിന്റെ ഉപയോഗമല്ല. ഇവിടെ ഹെൽത്തി ഫാറ്റായ ഘീ, നെയ്യ് കഴിക്കുന്നതിലൂടെ കാർബോഹൈഡ്രേറ്റിന്റെ ഉപഭോഗം വളരെ കുറയുകയും അത് കാരണം പെട്ടെന്ന് ഭക്ഷണം ഇത്തിരി കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വിശപ്പ് മാറിയെന്നും പെട്ടെന്ന് വയറ് നിറയുന്നതിനായിട്ട് സറ്റൈറ്റി കൂട്ടാൻ കാരണമാവും നെയ്യ് ചേർക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ എപ്പോഴും കഞ്ഞി കുടിക്കുമ്പോഴോ ചോറ് കഴിക്കുമ്പോഴോ, എന്തിന് നോർത്ത് ഇന്ത്യയിലൊക്കെ റോട്ടീസ്, നാൻ അതൊക്കെ കഴിക്കുമ്പോൾ അതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കഴിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. അതാണ് കാരണം. പെട്ടെന്ന് വയറ് നിറഞ്ഞതായിട്ട് കാണും. അപ്പോൾ കാർബ്സിന്റെ ഉപഭോഗം കുറയും. അത് കാരണം ട്രൈഗ്ലിസറൈഡ് ലെവൽ കൺട്രോളിനും നെയ്യ് നല്ലതാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു ലൂബ്രിക്കൻ്റ് എഫക്റ്റും കൂടിയുണ്ട്. നെയ്യുടെ ഒരു ലൂബ്രിക്കൻ്റ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് കുടലിൻ്റെ ചലനം, കുടലിലൂടെ ഭക്ഷണം ചലിക്കുന്ന ആ പ്രക്രിയ, അതിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്മൂത്തായിട്ട് നടക്കും. അതിനാൽ ശോധനം ഉണ്ടാവാനും നല്ലതാണ് നെയ്യ് കഴിക്കുന്നത് എന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. ഞാൻ നെയ്യിൻ്റെ ഒരു വലിയ സപ്പോർട്ടറാണ്, ഒരു സംശയമില്ല. ഈ ചാനൽ ആദ്യം മുതൽ കണ്ടുവരുന്ന എല്ലാവർക്കും അറിയാം. നല്ല നെയ്യ്, നല്ല ഗുണനിലവാരമുള്ള നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യ്. ഇതിൻ്റെ പ്രേക്ഷകരായ 1-2 പേര് നല്ല നെയ്യ് എനിക്ക് കൊണ്ടുവന്നു തന്നു. പ്രത്യേകിച്ച് ഒരാൾ എനിക്ക് വലിയ കുപ്പി നെയ്യ് അവരെ വീട്ടിൽ നിന്ന് കൊറിയറായിട്ട് അയച്ചു തന്നിരിക്കുന്നു. താങ്ക്സ് എ ടൺ ഫോർ ഇറ്റ്. ഇറ്റ് വാസ് ഗ്രേറ്റ്. കാരണം അത്തരത്തിലുള്ള നെയ്യ് കഴിച്ച കാലം മറന്നു. എല്ലാം പാക്കറ്റിൽ വരുന്ന പ്രിപ്പയർഡ് പ്രോസസ്ഡ് സ്റ്റഫാണ് ഇപ്പോൾ നമ്മളെ പോലെയുള്ളവർക്കൊക്കെ കിട്ടുന്നത്. പക്ഷെ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യായപ്പോൾ ഇറ്റ് വാസ് റിയലി ഓസം. അതുപോലത്തെ നെയ്യ് കഴിക്കാൻ കിട്ടുന്നവർ ഭാഗ്യവന്മാരാണെന്ന് വേണം കരുതാൻ. കാരണം നമ്മൾ അറിയുന്നതും എന്നാൽ അറിയില്ല എന്ന് നടിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ നെയ്യ്. ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം ഘൃതം എന്ന് പറയും. അതിന് ഒരുപാട് ഉപയോഗിക്കപ്പെടുന്നതാണ്. അതിൻ്റെ ആ ഡോസിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പം നെയ്യ് എത്ര കഴിക്കാം എന്നുള്ള ചോദ്യം പലരും ചോദിക്കും. അവിടെയും ദർ ആർ നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ്. അങ്ങനെ ഇത്രയും ഗ്രാം, അല്ലെങ്കിൽ നമ്മുടെ ആ വിവേകം അനുസരിച്ച് വേണം നമ്മളത് ഉപയോഗിക്കാൻ. ഇപ്പോൾ ഉദാഹരണം നമുക്കറിയാം എപ്പോഴാണ് ഓവർ ആവുന്നത് എന്ന് നമുക്കറിയാം. അതിനനുസരിച്ച് വളരെ മിതമായ അളവിൽ കഴിച്ചുകൊണ്ട് നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടില്ല എന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് ആക്ച്വലി ബെനിഫിഷ്യൽ ടു കൺട്രോൾ ബോത്ത് യുവർ കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ്. ഇവ രണ്ടും നിയന്ത്രിക്കാൻ, ഹൈ കൊളസ്ട്രോൾ ലെവൽസും ട്രൈഗ്ലിസറൈഡ് നിയന്ത്രിക്കാനും നെയ്യ് നല്ലതാണ്. ആക്ച്വലി കാർഡിയോവാസ്കുലർ ഹെൽത്തിന് നെയ്യ് നല്ല ഒരു വസ്തുവാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. യൂസ്ഡ് ഇൻ മോഡറേഷൻ ഓർമ്മ വേണം. മിതത്വം എന്നുള്ള വാക്കാണ് നമ്മളിവിടെ ഓർമ്മ വയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഒന്ന്, അതിൻ്റെ ബ്യൂട്ടറിക് ആസിഡിൻ്റെ ഒരു അതിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഒന്ന് ഇൻറ്റസ്റ്റൈനൽ ആ ഒരു മൈക്രോബയോ മാസ് ഉണ്ടല്ലോ, അതിനെ പരിപോഷിപ്പിക്കും എന്ന് മാത്രമല്ല രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നെയ്യ് വളരെ നല്ലതാണ്. ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കുറയ്ക്കും. അൾസറേറ്റീവ് കോളൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളിൽ അത് പ്രയോജനപ്രദമാണെന്ന് പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. ആമാശയത്തിൻ്റെ ഇൻഫ്ലമേഷൻ ഉൾപ്പെടെ ഗാസ്ട്രൈറ്റിസ് പോലെയുള്ള അവസ്ഥകളിലും വളരെ ഫലപ്രദമാണ്. കൊളസ്ട്രോൾ ലെവൽസും ട്രൈഗ്ലിസറൈഡ് ലെവലൊക്കെ നിയന്ത്രിക്കാൻ വളരെ ഫലപ്രദമാണ്. മാത്രമല്ല ശോധന നടക്കാൻ വളരെ സ്മൂത്ത് ബവൽ മൂവ്മെൻറ്റ്സിന് നല്ലതാണ്. അതല്ലാണ്ട് ഒരുപാട് വേറെ ഗുണങ്ങളുണ്ട്. ഇൻഫാക്ട് ജോയിൻറ്റ് മൂവ്മെൻറ്റ്സിന് പോലും നെയ്യ് നല്ലതാണ് എന്ന് പറയുന്ന ഒരുപാട് പഠനങ്ങളുണ്ട്. അൽഷൈമേഴ്സ് ഡിസീസ് അതിൻ്റെ സാധ്യത കുറയ്ക്കാനും തലച്ചോറ് സംബന്ധമായ ഓർമ്മശക്തി സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും നെയ്യ് നല്ലതാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് അതിന് ഡെഫിനിറ്റീവ് കൺക്ലൂസീവ് എവിഡൻസ് ഇല്ല. അതുകൊണ്ട് നമുക്കത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവൺ ഫാക്ട്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. താങ്ക്സ് ഫോർ വാച്ചിങ്.